ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ മെമ്മറി കാർഡ് ആദ്യം കൊണ്ട് കൊടുത്തത് അവിടെ കാവ്യയുടെ ലക്ഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് കൊണ്ടു കൊടുത്തത്. അവിടെ നിന്നും പോയത് നേരെ ഒരു വക്കീലിന്റെ അടുത്തേക്കാണ്. ആ വക്കീലിന് ആ മെമ്മറി കാർഡ് കൊടുത്തു എന്ന് പറയുന്നു. ആ വക്കീലിനെ പിന്നീട് ചോദ്യം ചെയ്തു, നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പിന്നെ പറഞ്ഞത്. അതിനുശേഷം ഈ പൾസർ സുനിയെ ദിലീപിന്റെ തന്നെ 3 ലൊക്കേഷനുകൾ, 3 ഒരുപാട് ലൊക്കേഷനുകൾ ദിലീപ് കണ്ടിട്ടുണ്ട്. ദിലീപിന്റെ അടുത്ത ആളുമാണ്. നേരത്തെ മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നു ഈ പൾസർ സുനി. നടൻ മുകേഷിന്റെ ഡ്രൈവറായി വർഷങ്ങളായി ജോലി ചെയ്തിരുന്ന ആളാണ്. മുകേഷ് ആണെന്ന് തോന്നുന്നു ദിലീപിന് കൊടുക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ കൈമാറുന്നതിൽ അവരെല്ലാം സമാന മനസ്കരാണ്. അപ്പൊ അങ്ങനെ ഈ പിന്നെ ക്രിമിനലിനെ അവിടെ ദിലീപിന് കൊടുക്കുന്നു. കൊടുത്ത് ആ സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ എല്ലാവരും സത്യമേവ ജയതേ എന്നൊക്കെ ടി വിയിൽ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ സുരേഷ് കുമാർ, നിർമ്മാതാവ് സുരേഷ് കുമാർ, തിരുവനന്തപുരത്ത് നിന്ന്. അദ്ദേഹത്തിന്റെ ഭാര്യ മേനകയിൽ 3.5-4 മണിക്കൂറോളം, 6 മണിക്കൂറോളം എറണാകുളം സിറ്റിയില് വട്ടം ചുറ്റിച്ചതാണ് ഈ ഡ്രൈവർ. എന്നിട്ട് സുരേഷ് കുമാർ അത് കേസില്ല, അത് ആ ഒരു ലൊക്കേഷനിലേക്ക് വന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സംഗതികളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പോലീസിന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളിൽ, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്ന് പിടിച്ചെടുത്ത ഡാറ്റകളിൽ 2-3 സിനിമാ താരങ്ങളുടെ ദൃശ്യങ്ങൾ അടങ്ങിയ ആ ദൃശ്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ ആർക്ക് വേണ്ടി ചെയ്തതാണ്? അല്ലെങ്കിൽ ഈ പൾസർ സുനി ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്? നേരത്തെ ശ്രീമതി ആശു ചോദിച്ചതുപോലെ ആർക്ക് വേണ്ടിയാണ് ഈ കോൺഫറൻസ് തെളിയിക്കാൻ? ഇത് ആർക്ക് വേണ്ടിയാണ് ഇവർ ഇത്രയും പേര് ഇത് ചെയ്തത്? ഇവര് ഒരു വെറുതെ പോകുന്ന ഒരു പെൺകുട്ടിയെ, ഒരു നടിയെ പിന്നെ നട റോഡിൽ വെച്ച് കൊട്ടേഷൻ ഇല്ലാതെ റേപ്പ് ചെയ്തെന്ന് ആ സമയത്ത് വളരെ വ്യക്തമായി പറയുന്നു ഇതൊരു കൊട്ടേഷൻ ആണ് എന്ന് പൾസർ സുനി വളരെ വ്യക്തമായിട്ട് പറയുന്നു. പറഞ്ഞത് കൂടാതെ പൾസർ സുനി ജയിലിൽ വെച്ച് കത്തെഴുതുന്നു, പണം കൊടുക്കുന്നു, ഓരോ സാഹചര്യ തെളിവുകൾ. ഈ സാഹചര്യ തെളിവുകളെല്ലാം തന്നെ ഇതിനകത്ത് ദിലീപിനെതിരായിട്ട് വന്ന സാഹചര്യ തെളിവാണ് മുഴുവൻ. അല്ലെങ്കിൽ അന്ന് 86 ദിവസം പിടിച്ച് ജയിലിലിടുവോ? ദിലീപ് ഇത് സമ്മതിച്ചതിന് ശേഷമല്ലേ ഈ കാര്യങ്ങൾ മുഴുവൻ പോലീസിന് മനസ്സിലായത്. എന്നിട്ട് മഞ്ജു വാര്യർ പറഞ്ഞത് കൊണ്ടാണ് കോൺസ്പിറസി അന്ന് മുതൽ എനിക്കെതിരെയാണ് ഗൂഢാലോചന ഉണ്ടായത് എന്ന് പറയുന്നതിൽ വല്ല കഴപ്പുണ്ടോ? മഞ്ജു ദിലീപ് ഇറങ്ങി ഉടനെ പറഞ്ഞ എന്താണ്? എനിക്കെതിരെയൊക്കെ വരുന്നുണ്ട്, ധാരാളം സൈബർ ആക്രമണങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുന്നു, അതിലൊന്നും ഒരു പേടിയില്ല, ഒരു മടിയുമില്ല, വരട്ടെ, ഇഷ്ടം പോലെ വരട്ടെ എന്ന് കരുതുന്ന ആളാണ് ഞാൻ. പക്ഷേ എന്തൊക്കെ വന്നാലും നീതി കിട്ടുന്നിടം വരെ ആ പെൺകുട്ടിക്കൊപ്പം തന്നെയായിരിക്കും എന്ന് യാതൊരു സംശയവുമില്ല. എന്താ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ 863 രേഖകൾ, ഈ രേഖകൾ, ഈ ഫോൺ കോൾ റെക്കോർഡ്സ്, അതേപോലെ തന്നെ ഇവരുടെ കയ്യിലുള്ള ഈ പണമൊക്കെ കൈമാറ്റം ചെയ്തതിന്റെ രേഖകൾ, 1800-ലധികം രേഖകൾ, ഇതെല്ലാം ഈ പോലീസ് സംഘടിപ്പിച്ചു കൊടുത്തതല്ലേ? ഇതിന്റെ വിചാരണ ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. ദിലീപിന്റെ പ്രധാനപ്പെട്ട ഒരു വാദം പൾസർ സുനിയെ അറിയില്ല എന്നുള്ളതായിരുന്നു. ഈ കേസിൽ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുന്ന 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനിയാണ് പറയുന്നത് ദിലീപുമായി തനിക്ക് ബന്ധമുണ്ട്, അങ്ങനെ തന്നെ അറിയില്ല എന്നുള്ള ദിലീപിന്റെ വാദം കള്ളമാണ് എന്നുള്ളത് പൾസർ സുനിയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഇന്നലെയും അത് ചൂണ്ടിക്കാട്ടുന്നത് നമ്മൾ കേട്ടിരുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി അവശേഷിക്കുന്നത് ആരാണ് ഈ കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുന്നത്? ഗൂഢാലോചന പാർട്ടിയിൽ ഇവർക്കൊന്നും പങ്കില്ലെങ്കിൽ നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവർ മാത്രമാണ് ഇതിലിപ്പോൾ ക്രൈമിന്റെ ഭാഗമായി കുറ്റക്കാരാവുന്നതെങ്കിൽ ആരാണ് ഈ കുറ്റകൃത്യം ആസൂത്രണം ചെയ്തത്? ആരാണ് ഇതിന്റെ ഗുണഭോക്താവായി മാറിയത് എന്ന ചോദ്യങ്ങളൊക്കെ അവിടെ അവശേഷിക്കുകയാണല്ലോ ബൈജു കൊട്ടാരക്കര. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇപ്പൊ തന്നെ അതിനകത്ത് അത് തന്നെയാണ് ഞങ്ങളുടെയും ചോദ്യം. അത് തന്നെയാണ്. അവരല്ലെങ്കിൽ പിന്നെ മറ്റാരാണ്? ശരി, ദിലീപ് അല്ല ഗൂഢാലോചന നടത്തിയത്, അല്ലെങ്കിൽ പിന്നെ മറ്റാര്? ഒരു തെളിവ് വേണ്ടേ? ഈ തെളിവുകൾ വന്നത് മുഴുവൻ ദിലീപിന്റെ നേരിലല്ലേ? അതുകൊണ്ടാണല്ലോ ദിലീപ് അന്ന് ജയിലിൽ പോയതൊക്കെ അതുകൊണ്ടാണല്ലോ. അതിന് ഈ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ഒക്കെ ഇങ്ങനെ വെറുതെ പരസ്യ പ്രചരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഞാനല്ല, പേട്ടനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ഇന്നിപ്പോ ഇറങ്ങിയപ്പോ തന്നെ ഇന്നലെ വൈകുന്നേരം തന്നെ അവിടെ വീട്ടിൽ പടക്കം മേടിച്ചു വെച്ചു. ഇന്നലെ വൈകുന്നേരം തന്നെ മധുരപലഹാരങ്ങൾ അവിടെ ദിലീപിന്റെ വീട്ടിലും ഫാൻസുകാരൊക്കെ മേടിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്നലെ വൈകുന്നേരം മധുരപലഹാരങ്ങളും പടക്കവും ഒക്കെ മേടിച്ച് വെക്കണമെങ്കിൽ അതിനകത്ത് ഇവർക്കൊരു മുൻവിധി ഇവർക്കുണ്ടാകണമല്ലോ. തീർച്ചയായും അവർക്കൊരു മുൻവിധി ഉണ്ടാകണം. അപ്പൊ ആ മുൻവിധി എവിടുന്ന് കിട്ടി എന്നുള്ളതാണ്. ഇത്രയും വിധിന്യായം വിധിന്യായത്തിൽ എന്ന് പറഞ്ഞ ചാനലുകളിലൊക്കെ കണ്ട വിഷ്വൽസും പറഞ്ഞ കേട്ട അറിവ് വെച്ചിട്ട് ചോദിക്കുകയാണ്, ഈ 6 പേർ കുറ്റക്കാരെങ്കിൽ ഇവരാരുടെ കൊട്ടേഷനാണ് ഏറ്റെടുത്തത്? പൾസർ സുനി ഒന്നാം പ്രതിയായിരിക്കുന്ന പൾസർ സുനി എന്ന് പറയുന്നു ദിലീപിന്റെ കൊട്ടേഷനാണ്, ദിലീപിനെ എനിക്കറിയാം. അവിടെ തന്നെ അത് പൊളിഞ്ഞില്ലേ? പിന്നെന്താണ് ഇതിനകത്ത് പ്രശ്നം എന്നാണ് അറിയാൻ വയ്യാത്തത്. പിന്നെ എങ്ങനെയാണ് ഇയാളെ വെറുതെ വിടുന്നത്?
ഇയാളെ കുറ്റവിമുക്തനാക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ ഇതിനകത്ത് എന്താണ് ഇനി അതിനകത്തുള്ള കോൺസ്പിറസി കണ്ടുപിടിക്കാൻ വേറെ അന്വേഷണം നടത്തേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.